വന്ന നാടകം നന്നായ? നന്നായില്ല. ചെയ്യാൻ വേണ്ടി ചെയ്യായിരുന്നു എല്ലാരും, ചാർലി ഒഴികെ. അയാളാണെങ്കി ഓർമ്മയില്ലാണ്ട് ഡയലോഗ് മുഴുവൻ തെറ്റിക്കുകയും ചെയ്തു. മനസ്സ് മുഴുവൻ ഇവിടെ ആയിരുന്നു. കരയ്ക്ക് പിടിച്ചിട്ട മീൻ പോലെ ആൻഡോ കിടന്ന് പിടയ്ക്കണത് കണ്ടിട്ടല്ലേ പോയത്. രാത്രി തന്നെ പോരണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. ഓടി എത്തുമായിരുന്നു. ഒന്ന് കാണാൻ. അപ്പനെ ട്രൂപ്പ് വിട്ടു, ഞാനും. നേരാണ്. ചാർലിയുടെ മുഖത്ത് നോക്കി അപ്പം പറഞ്ഞു, ഇനിയില്ലാന്ന്. നാടകമില്ലാണ്ട് ആശാനപ്പം എന്ത് ചെയ്യും? നാടകം ഇല്ലാന്ന് വന്നപ്പം ആൻഡോയ്ക്ക് എങ്ങനെയായിരുന്നു? ഞാൻ ഇന്നലെ കടലിൽ പോയി, പിന്നെ കുറെ നേരം നമ്മുടെ തട്ടയില് പോയിരുന്നു. ആ സമയത്ത് നിങ്ങളവിടെ നാടകം കളിക്കാണല്ലോ എന്ന് ഓർത്തപ്പം പിന്നെ സമാധാനിച്ചു. നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ലല്ല ഇതൊന്നും. അങ്ങനെ പറയരുത്. അപ്പൻ എന്താ പറഞ്ഞെന്നറിയോ? ആൻഡോ ജനിച്ചത് ഇതിനു വേണ്ടിയിട്ടാണെന്ന്. അങ്ങനെ പറഞ്ഞ? നേര്. എനിക്കും തോന്നി എനിക്കും കൂടെ വേണ്ടിയിട്ടാണെന്ന്. എവിടേക്കാ പോണേന്ന് പറയണ്ടാ പോന്നേ. അപ്പൻ അന്വേഷിക്കുന്നുണ്ടാവും. ഞാൻ പോണം. ആൻഡോ വീട്ടിലുണ്ടായിരുന്ന? അവനോടെല്ലാം പറഞ്ഞ? പൊക്കോ. ഇനിയിപ്പൊ നാടകം ഒന്നേന്ന് തുടങ്ങണം. ആൻഡോയെപ്പോലൊരുത്തനെ കിട്ടിയതിന്റെ ഭാഗ്യം. ആശാന്റെ ഭാഗ്യോ അതോ ലിസയുടെ ഭാഗ്യോ? ഡാഡാ, ഞാൻ നാടകത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനിയിപ്പൊ എല്ലാവരുടെയും ഇഷ്ടം അങ്ങനെ ആണെങ്കിൽ ആ